ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആൻറ്റിയമ്മ പറഞ്ഞതിനനുസരിച്ച് മാനസയുടെ അമ്മയും കൂട്ടിയിട്ട് കൃഷിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. മാനസയും അമ്മയും വരുമ്പോൾ തന്നെ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, ആഹാ ആരൊക്കെ അത് വന്നിരിക്കുന്നത്, കയറി വായോ എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ മാനസ വേഗം പോയിട്ട് ആൻറ്റിയമ്മയെ എന്ന് വിളിച്ചിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് സ്വകാര്യമായിട്ട് ആൻറ്റിയമ്മയോട് പറയുകയാണ്, ഇനി ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് കൃഷിനെയും കൊണ്ടായിരിക്കുമെന്ന് മാനസ പറയുമ്പോൾ ആൻറ്റിയമ്മ പറയുകയാണ്, അതെല്ലാം ഞാൻ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെയൊക്കെ നീ അങ്ങോട്ട് ചെയ്താൽ മതിയെന്ന് മാനസയോട് പറയുകയാണ് ആൻറ്റിയമ്മ. അതിനുശേഷം ആൻറ്റിയമ്മയോട് മാനസയുടെ അമ്മ പറയുകയാണ്, ഇന്നലെ ജയ്മോഹൻ പോയത് മുതൽ ഞങ്ങൾക്ക് ആകെ ഒരു വിഷമമായിരുന്നു. അപ്പോഴാണ് ആൻറ്റിയമ്മ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്, അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടത് എന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റിയമ്മ പറയുകയാണ്, ഇവിടെയും അതേ അവസ്ഥ തന്നെയാണ്, അനിയൻകുട്ടനും സുജാതയും പോയതോടുകൂടി ഇവിടെയും എല്ലാവർക്കും സങ്കടമാണ്. വീട് തന്നെ ഉറങ്ങിപ്പോയതുപോലെയായി. പക്ഷെ നിങ്ങൾ വന്നപ്പോൾ അതെല്ലാം മാറിക്കിട്ടി. ഇനി എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കണം, ഇതിപ്പോ നിങ്ങളുടെ കൂടി വീടല്ലേ എന്ന് ആൻറ്റിയമ്മ പറയാണ്. അപ്പൊ മാനസയുടെ അമ്മ പറയണം, അവർ ജർമ്മനിയിൽ നിന്നും വന്നാൽ ഉടൻ തന്നെ പിള്ളേരുടെ കല്യാണം നടത്തണം എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ പറയാണ്, അതെന്തായാലും ഉണ്ടാവും. കൃഷാണെങ്കിൽ ഇന്നാണെങ്കിൽ ഇന്ന് മാനസയെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് എന്ന് പറയുമ്പോൾ മാനസയുടെ അമ്മ പറയുകയാണ്, അതൊക്കെ ഇവൾക്ക് കിട്ടിയ ഭാഗ്യമാണെന്ന് പറയുന്നു. അതിനുശേഷം മാനസ ആൻറ്റിയമ്മയോട് ചോദിക്കുകയാണ്, അതിരിക്കട്ടെ ആൻറ്റിയമ്മയുടെ മോനൂട്ടൻ എവിടെയാ എന്ന് മാനസ ചോദിക്കുകയാണ്. അപ്പോൾ ആൻറ്റിയമ്മ പറയണ, അവൻ നല്ല ഉറക്കാണ്, മുകളിലുണ്ട്. ഇന്നലെ അവരെ എയർപോർട്ടിലാക്കി വരുമ്പോഴത്തേക്കും പുലർച്ചെയായി, വന്നപ്പോൾ കയറി കിടക്കാൻ തുടങ്ങിയതാ, ഞാൻ പിന്നെ വിളിക്കാനും പോയില്ല എന്ന് ആൻറ്റിയമ്മ പറയാണ്. അപ്പോൾ മാനസ പറയുന്നുണ്ട്, കൃഷിനെ അങ്ങനെ വിട്ട് അങ്ങോട്ട് ശരിയായില്ലല്ലോ, കൃഷിൻ്റെ ഉറക്കം ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് മാനസ കൃഷിൻ്റെ റൂമിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ മാനസയുടെ അമ്മ പറയുകയാണ്, അവൻ ഉറങ്ങിക്കോട്ടടി, നീ വെറുതെ അവനെ ശല്യപ്പെടുത്തണ്ട എന്ന് പറയുന്നു. അപ്പോൾ മാനസയുടെ അമ്മയോട് പറയണ, ആഹാ എൻ്റെ ആളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇത് പിടിച്ചെന്ന് പറഞ്ഞിട്ട് മാനസയുടെ ബാഗ് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് കൃഷിൻ്റെ റൂമിലേക്ക് വേഗം പോവുകയാണ്. അതിനുശേഷം ആൻറ്റിയമ്മ മാനസയുടെ അമ്മയുടെ അടുത്ത്, ഈ പിള്ളേരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട്, വായോ റൂം കാണിച്ചു തരാം നിങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയമ്മ മാനസയുടെ അമ്മയും വിളിച്ചിട്ട് റൂമിലേക്ക് പോവുകയാണ്. അതിനുശേഷം മാനസ കൃഷിൻ്റെ റൂമിലേക്ക് എത്തുമ്പോൾ കൃഷി നല്ല ഉറക്കത്തിലായിരിക്കും. മാനസ റൂമിൻ്റെ വാതിൽ അടച്ചുകൊണ്ട് കൃഷിൻ്റെ മേലെ പോയി കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. കൃഷി വേഗം എഴുന്നേൽക്കുമ്പോൾ മാനസ പറയുകയാണ്, കൃഷ് ഇത് ഞാനാ മാനസ, ഇന്നു മുതൽ ഞാനും ഇവിടെയാണ് താമസിക്കുന്നത്, ഇനി നമ്മൾ ഒരുമിച്ചാണ് പറഞ്ഞിട്ട് കൃഷിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് മാനസ. കൃഷിയാണെങ്കിൽ മാനസയോട് മാറ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ കൃഷിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് മാനസ. അതിനുശേഷം കൺമണി ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓഫീസുകാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നത്. കൺമണി ഗോകുലിനോടും ശ്രീനിവാസനോടും ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. എന്നാൽ വീട്ടിലേക്ക് വന്ന കാറ് കണ്ടിട്ട് ഗോകുല് പറയാണ്, അപ്പേ ഇത് ഓഫീസുകാരല്ല എന്ന് പറയുന്നു. ഇതിപ്പോൾ രാവിലെ തന്നെ ആരാ എന്ന് കൺമണി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാറിൽ നിന്നും വരുണും പോലീസ് ഉദ്യോഗസ്ഥൻ അനിരുദ്ധും കൂടി വരുന്നത്. ഇവരെ കാണുമ്പോൾ കൺമണിക്ക് ആകെ പേടിയാവുന്നുണ്ട്. തലേ ദിവസം വരുണിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി വരുൺ ഇവിടെ പറയാനാണോ വരുന്നത് എന്ന് ഒരു നിമിഷം കൺമണി ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം വരുൺ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി കൺമണി, എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ നീ നോക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ധനലക്ഷ്മി എത്തുന്നു. ധനലക്ഷ്മി വരുണിനെ കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, വരുൺ മോനെ എന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണ്. അപ്പോൾ വരുൺ പറയുകയാണ്, ഏട്ടത്തി ഇത് അനിരുദ്ധ് സാറ് സബ് ഇൻസ്പെക്ടറാണ്, പണ്ട് നമ്മുടെ സ്റ്റേഷനിലെ SI ആയിരുന്നു, ഇപ്പോൾ CI ആണ്, പ്രമോഷൻ കിട്ടി, നമ്മുടെ കണ്ണമ്പം പോലീസ് പോയപ്പോൾ അതിന് പകരം വന്നതാണ് എന്ന് പറയുകയാണ് വരുൺ. അപ്പോൾ ധനലക്ഷ്മി പറയണോ, ആ കണ്ണമ്പം പോലീസ് പോയല്ലേ, എന്തായാലും നന്നായി, ഇവിടെയുള്ളവർക്ക് അവരുടെ ആളാണെന്ന് പറഞ്ഞിട്ട് എന്തൊരു ജാടയായിരുന്നു എന്ന് ധനലക്ഷ്മി പറയുകയാണ്. അതിനുശേഷം വരുൺ വാ സാറേ എന്ന് പറഞ്ഞിട്ട് ആ പോലീസിനെയും വിളിച്ചിട്ട് കൺമണിയുടെയും ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് കൺമണിയോട് ചോദിക്കുകയാണ്
വരുൺ എന്താ കൺമണി ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ആ പോലീസുകാരന് വരുൺ കൺമണിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അനിരുദ്ധ് സാറേ, ഇതാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, പേര് കൺമണി എന്നാണ്. അപ്പോൾ ആ പോലീസ് ചോദിക്കുകയാണ് കൺമണിയോട്, ഓർമ്മയുണ്ടോ എന്നെ? നിന്റെ ആ കൃഷിന് സുഖം തന്നെയാണോ? അവൻ്റെ സൂക്കേട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ടെന്ന് കൺമണിയോട് ആ പോലീസ് പറയുകയാണ്. അതിനുശേഷം വരുൺ പറയുകയാണ്, ഞാനിപ്പോൾ വന്നത് എല്ലാവരെയും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാനാണ്. തിങ്കളാഴ്ച 10 മണിക്കാണ് കല്യാണം. അതറിയാലോ അല്ലേ? വിവാഹം രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടല്ല, ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇത് പറയുമ്പോൾ കൺമണിയും ഗോകുലും ശ്രീനിവാസനും എല്ലാം ഒരുപോലെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ധനലക്ഷ്മി വരുണിനോട് ചോദിക്കുകയാണ്, അതെന്താ വരുൺ മോനെ പെട്ടെന്നൊരു മാറ്റം എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുകയാണ്, രജിസ്റ്റർ ഓഫീസ് ആവുമ്പോൾ ഒരു സ്വകാര്യത കിട്ടില്ല, എല്ലാവരും വരുന്നതല്ലേ അവിടെ എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുകയാണ്, അത് ശരിയാ, അപ്പോൾ പിന്നെ വീട്ടിൽ വെച്ച് തന്നെ നടത്തുന്നത് തന്നെ നല്ലത്. പക്ഷേ ആരെങ്കിലും ഭീഷണിപ്പെടുത്താൻ വന്നാലോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുകയാണ്, ഓ അല്ലെങ്കിലും ഭീഷണിപ്പെടുത്തി ഒരുത്തം നടക്കുന്നുണ്ടല്ലോ, എന്നാലും ഏട്ടത്തി പേടിക്കണ്ട, ഈ കല്യാണം എന്തായാലും പോലീസ് പ്രൊട്ടക്ഷനിലാണ് നടക്കുന്നത്. ഇത് കേൾക്കുന്ന ധനലക്ഷ്മിക്ക് ആകെ സന്തോഷമാവുന്നുണ്ട്. ധനലക്ഷ്മി പറയാണ്, ആണോ, പോലീസ് പ്രൊട്ടക്ഷനിലാണോ കല്യാണം നടക്കുന്നത്? അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയുകയാണ്, പോലീസ് പ്രൊട്ടക്ഷനിലാണ് നടത്തുന്നത്, ഞാൻ തരുന്ന ഒരു ചെറിയ സമ്മാനമാണ് ഇത് എന്ന് കൺമണിയെ നോക്കിയിട്ട് പോലീസുകാരൻ പറയുകയാണ്. അപ്പോൾ ധനലക്ഷ്മി സന്തോഷത്തോടു കൂടി പറയുകയാണ്, ഹോ, കേൾക്കാൻ തന്നെ എന്തൊരു സുഖമാണ്, പോലീസ് പ്രൊട്ടക്ഷനിലാണ് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നോ. ആചാര വെടിയൊക്കെ ഉണ്ടാവോ സാറേ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയാണ്, വെടിയും ബോംബും എല്ലാം ഉണ്ടാവും ഏട്ടത്തി, എല്ലാ പഴുതുകളും അടച്ച ഒരു കല്യാണമാണിത് എന്ന് പറയുന്നു. അതിനുശേഷം വരുൺ കൺമണിയുടെ അച്ഛനോട് പറയാണ്, അച്ഛ, ഒരു ഈച്ച പോലും ഇതിനകത്ത് കയറാതെ നമ്മളല്ലേ നോക്കേണ്ടത്, പോലീസിന്റെ അനുവാദമില്ലാതെ അന്ന് ആരെങ്കിലും ഇതിനകത്ത് കയറിയാൽ അവന്റെ കാര്യം തീർന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവർക്കുമുള്ള കല്യാണ ഡ്രസ്സായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൺമണി, നിനക്ക് ഒരു അടിപൊളി പുടവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ധനലക്ഷ്മിയെ ഏൽപ്പിക്കുകയാണ് വരുൺ. അപ്പോൾ ധനലക്ഷ്മി കൺമണിയോട് പറയാണ്, സത്യം പറയാലോ കൺമണി, നിനക്ക് കിട്ടിയ ലോട്ടറിയാണ് വരുൺ മോൻ. പെണ്ണിനെ മാത്രമല്ല പെണ്ണിന്റെ വീട്ടുകാരെയും ഇപ്പൊ തന്നെ വരുൺ മോൻ പരിഗണിച്ചു തുടങ്ങി. എല്ലാം എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് പറയുമ്പോൾ വരുൺ പറയാണ്, കൺമണി, ഓഫീസിലുള്ള എല്ലാവരെയും നീയെ കല്യാണത്തിന് വിളിച്ചോ? കൃഷിനെ എന്തായാലും വിളിക്കണം. കൃഷും അനിരുദ്ധ് സാറും തമ്മിൽ മുന്നേ പരിചയമുണ്ടല്ലോ, നിങ്ങൾക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമെന്ന് വരുൺ പറയുകയാണ്. അതിനുശേഷം വരുൺ ശ്രീനിവാസിനോട് പറയാണ്, പിന്നെ അച്ഛ, ഇവിടെ പന്തലും പരിപാടിയൊന്നും വേണ്ട, ഞങ്ങളൊരു 3-4 പേര് ഇങ്ങോട്ട് വരും, രജിസ്റ്റർ മാരേജിൽ ഒപ്പിടും, പിന്നെ ഞങ്ങൾ പോകും, പിന്നാലെ തന്നെ നിങ്ങളും വരും, അവിടെ പോയിട്ട് നമുക്ക് ഒരു അടിപൊളി സദ്യ 3 കൂട്ടം പായസമെല്ലാം ഒരുക്കി കഴിക്കാം എന്ന് വരുൺ പറയുകയാണ്. അതിനുശേഷം വരുൺ ധനലക്ഷ്മിയോട് പറയാണ്, പിന്നെ ഏട്ടത്തി, ആ 101 പവൻ ഞാൻ ഏൽപ്പിച്ചില്ലേ, അത് എന്നെ തിരിച്ച് ഏൽപ്പിക്കണം എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി ആകെ ഷോക്കാവുകയാണ്. അപ്പോൾ വരുൺ പറയാണ്, ഏട്ടത്തി പേടിക്കണ്ട, അത് ഞാൻ കൊണ്ടുപോയിട്ട് പോളിഷ് ചെയ്തിട്ട് തിരിച്ചേൽപ്പിക്കാം എന്ന് പറയുകയാണ്. പിന്നീട് വരുൺ ധനലക്ഷ്മിയോട് ചോദിക്കുകയാണ്, അമ്മായിമാരെ അകത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ധനലക്ഷ്മി ആ ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ ശരി ഏട്ടത്തി, ഞാൻ അവരെ കൂടി ഒന്ന് പോയി കാണട്ടെ, അവർക്കും ഞാൻ കല്യാണ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ധനലക്ഷ്മി പറയാണ് വരുണിനോട്, പിന്നെ മോനെ, നീ അവരോട് നയത്തിൽ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് സ്വാധീനിച്ചേക്കണേ എന്ന് പറയുകയാണ്. അപ്പോൾ വരുൺ, ശരി ഏട്ടത്തി, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അമ്മായിമാരെ കാണാൻ പോവുകയാണ്. അമ്മായിമാരാണെങ്കിൽ ഓഫീസിലേക്ക് പോവാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുൺ വരുന്നത്. വരുൺ വന്നിട്ട് അമ്മായിമാരോട്, അമ്മായിമാരെ, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനമായിട്ടാണ് വന്നത്, നിങ്ങൾക്കുള്ള കല്യാണ ഡ്രസ്സ് എടുത്തിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ അമ്മായിമാര് പരസ്പരം സ്വകാര്യത്തോടെ പറയുകയാണ്, നമ്മൾ ഇവന്റെ ഭാഗത്തല്ലെങ്കിലും ഡ്രസ്സൊന്നും വിട്ട് കളയണ്ട, നമുക്കത് വാങ്ങാം എന്ന് പറയുകയാണ്. എന്നിട്ട് വരുൺ അമ്മായിമാരോട് പറയാണ്, എനിക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, അങ്ങനെ എടുത്തതാണ് ഞാൻ നിങ്ങൾക്കും എന്ന് പറഞ്ഞിട്ട് വരുൺ ചോദിക്കുകയാണ്, എന്താ അമ്മായിമാർക്ക് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട്
പറഞ്ഞിട്ടും ഒരു സന്തോഷമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അമ്മായിമാർ പറയണേ ഒന്നുമില്ല, ഞങ്ങൾക്ക് സന്തോഷമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ വരുൺ പറയണ അല്ലല്ല, നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സന്തോഷം വന്നിട്ടില്ല. നിങ്ങൾക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം ഞാൻ പറയാം. കൺമണിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ ആ 101 പവൻ ആർക്കുള്ളതാണെന്ന് അറിയാമോ? അത് നിങ്ങൾക്കുള്ളതാ എന്ന് പറയുമ്പോൾ അമ്മായിമാർ ചോദിക്കുകയാണ്, അത് ധനലക്ഷ്മിക്കുള്ളതല്ലേ? കല്യാണം കഴിഞ്ഞാൽ അതെല്ലാം ധനലക്ഷ്മിക്ക് കൊടുക്കുന്നല്ലേ നീ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വരുൺ പറയാണ്, എനിക്ക് ധനലക്ഷ്മി എടുത്തിയെ വിശ്വാസക്കുറവുണ്ട്, പറയുന്നതൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല. ഞാൻ ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് ആ സ്വർണങ്ങളെല്ലാം വാങ്ങും. എന്നിട്ട് കല്യാണത്തിന് ആരാണോ ആത്മാർത്ഥതയോടെ നിൽക്കുന്നത് അവർക്ക് ഞാൻ ആ സ്വർണമെല്ലാം കൊടുക്കും. അമ്മായിമാർ കൂടെ നിന്നാൽ ഞാൻ അമ്മായിമാർക്ക് അതെല്ലാം തരും. തിങ്കളാഴ്ച എൻ്റെയും കൺമണിയുടെയും കല്യാണത്തിന് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. കൺമണിയെ പൂർണ്ണ സമ്മതത്തോടെ നിങ്ങൾ എൻ്റെ കൈപിടിച്ചേൽപ്പിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ആ സ്വർണമെല്ലാം തരാം. ധനലക്ഷ്മി ഏട്ടത്തി എല്ലാം കണ്ട് കരഞ്ഞ് കയ്യും കുത്തി താഴെ വീഴും എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മായിമാർ വരുണിനോട് ചോദിക്കുകയാണ്, മോനെ നീ ഈ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയാണ്, 100% സത്യമാണ് അമ്മായിമാരെ എന്ന് പറയുന്നു. അപ്പോൾ അമ്മായിമാർ പറയാണ്, ശരി, ഞങ്ങൾക്ക് ഇത് കേട്ടാൽ മതി എന്ന് സന്തോഷത്തോടുകൂടി പറയാണ്. എന്തായാലും വരുൺ മോൻ ഞങ്ങൾക്ക് കൊണ്ടുവന്ന ആ ഡ്രസ്സ് ഇങ്ങോട്ട് തന്നേക്ക് എന്ന് അമ്മായിമാർ പറയുന്നു. കല്യാണത്തിനെടുത്ത സാരികളെല്ലാം അമ്മായിമാർ കണ്ടിട്ട് അയ്യോ നല്ല ഭംഗിയുണ്ടല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുണിനോട് അമ്മായിമാർ പറയുന്നു. പിന്നീട് അമ്മായിമാർ പറയുകയാണ്, വരുൺ മോന് ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ കല്യാണം എന്തായാലും നടക്കും. ഹണിമൂൺ വരെ നിങ്ങൾ തീരുമാനിച്ചോളൂ, ഞങ്ങൾ എന്തായാലും നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയുകയാണ് വരുണിനോട്. അതിനുശേഷം അമ്മായിമാർ സാരിയെല്ലാം അലമാരയിൽ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ വരുൺ അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് പോകുന്നത്, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മായിമാർ പറയാണ്, എല്ലാം ഓക്കെയാണ്, മോൻ പോയിക്കോളൂ, കല്യാണം എന്തായാലും നടക്കുമെന്ന് പറയുന്നു. അതിനുശേഷം വരുൺ ചിന്തിക്കുകയാണ്, ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അമ്മായിമാരെയും ധനലക്ഷ്മി ഏട്ടത്തിയും എല്ലാവരെയും ഞാൻ ഇവിടുന്ന് അടിച്ചു പുറത്താക്കുന്നുണ്ട്. അമ്മായിമാരെ, ഏട്ടത്തിമാരെ, അപ്പാപ്പന്മാരെ ആരുടെ കാലി പിടിച്ചിട്ടാണെങ്കിലും എനിക്ക് ഈ കല്യാണം നടത്തിയെടുക്കണം എന്ന് വരുൺ മനസ്സിൽ ചിന്തിക്കുന്നു. അതിനുശേഷം കൺമണി റൂമിലേക്ക് വരികയാണ്. റൂമിൽ വന്നുകൊണ്ടിരുന്ന് കൺമണി ഓരോന്ന് ആലോചിക്കുകയാണ്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണല്ലോ ഈശ്വര, വരുൺ ഒരുക്കിയ ഈ കെണിയിൽ നിന്നും പുറത്തു കടക്കാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വരുണ് കൺമണിയുടെ റൂമിലേക്ക് വരുന്നത്. എന്നിട്ട് കൺമണിയോട് വരുൺ പറയാണ്, ഹലോ കൺമണി, പിന്നെ താങ്ക് യു സോ മച്ച്. എന്തിനാണെന്നറിയോ? എൻ്റെ യഥാർത്ഥ ശക്തി എനിക്ക് നീ മനസ്സിലാക്കി തന്നതിന്. ഞാൻ വെറുമൊരു തല്ലുള്ളിയാണെന്നും മണ്ടനാണെന്നും ഒക്കെ എനിക്ക് തോന്നി തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് നീയും നിന്റെ ഹീറോയും എന്നോട് വന്ന് ഷോ ഇറക്കിയത്. അപ്പോഴടി ഞാൻ എൻ്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിഞ്ഞത്. എൻ്റെ ശക്തി എന്താണെന്ന് നിനക്കറിയോ? CI അനിരുദ്ധ് സാർ, ആ ശക്തിയെ ഞാൻ കൂടെ തന്നെ നിർത്തും. കുറച്ചു നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ നീയൊന്നും പ്രതികരിച്ചില്ല. തന്ത്രപരമായിട്ട് മാറിയതായിരിക്കുമല്ലേ? അതോ പെട്ടുപോയി എന്നറിഞ്ഞ് കീഴടങ്ങിയതാണോ? നീ അലിഗയിലെ ജോലി രാജിവെച്ചിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞടി. പൊക്കോ, നീ ഞായറാഴ്ച വരെ അലിഗയിൽ ജോലിക്ക് പോയിക്കോ. അത് കഴിഞ്ഞാൽ പിന്നെ പോവാൻ പറ്റില്ല. അന്നുവരെ നിനക്ക് ഫുൾ ഫ്രീഡമാണ്. തിങ്കളാഴ്ച ഞാനൊരു വര വരയ്ക്കും, അതിൽ കൂടിയായിരിക്കും പിന്നെ നീ നടക്കുന്നത്. പിന്നെ 1 ഇഞ്ച് അപ്പുറത്തോട്ടോ 1 ഇഞ്ച് ഇപ്പുറത്തോട്ടോ ഇല്ല. ഇതിനിടയ്ക്ക് നിന്റെ ഹീറോയുടെ കൂടെ നീ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. അത് എന്തായാലും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അന്നത്തോടെ അവൻ തീർന്നു. അനിരുദ്ധ് സാറ് അവനെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ കല്യാണം വേണ്ടാന്നാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ പിന്നീട് പിറ്റേ ദിവസം എൻ്റെ കയറി താമസമായിരിക്കും ഈ വീട്ടിൽ. നിന്റെ തന്തപ്പിടിയെയും നിന്നെയും നിന്റെ അമ്മായിമാരെയും ഏട്ടത്തിയെയും എല്ലാവരെയും ഞാൻ പുറത്താക്കും. അതോടെ നിന്റെ തന്തപ്പിടിയുടെ കണ്ണടയും എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, മതി നിർത്ത്, ഇനി എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയുമ്പോൾ വരുൺ പറയാണ്, ഇല്ല ഞാൻ നിർത്തില്ല, നീ എല്ലാം കേൾക്കണം. വരുൺ ഒരു മണ്ടനാണെന്ന് കരുതിയോ നീയെ? സ്വന്തം വീട്ടുകാരെ തെരുവിലിറക്കി എന്നുള്ള ക്രെഡിറ്റ് നിനക്ക് അധികം വൈകാതെ തന്നെ കിട്ടും. നീ പെട്ടുമോളെ. സിനിമയിലൊക്കെ പറയുന്നത് പോലെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടുമടി നാഗവല്ലി നിന്നെ ഞാൻ. നിനക്ക് ഇനി എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല. ഇതുവരെ നീ എന്നെ കളിപ്പിച്ചു, ഇനി മുതൽ ഞാൻ നിന്നെ ഒന്ന് കളിപ്പിക്കാൻ പോവുക. സൂപ്പർ കൺമണിയല്ലേ നീ, നിന്നെ ഞാനൊന്ന് തോൽപ്പിക്കാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ പോവാൻ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഗോകുൽ സങ്കടപ്പെട്ടുകൊണ്ട് വരുന്നത്. വരുൺ
തൻ്റെ ദേഷ്യം ഗോകുലിനോട് പോയിട്ടും കാണിക്കുന്നുണ്ട്. ഗോകുലിനോട് പോയി ചോദിക്കുകയാണ്, എന്താടാ നിനക്ക് ഇപ്പം നീ എന്നെ ഉപദേശിക്കുന്നില്ലേ? നിന്റെ കുറേ ഉപദേശം കാരണം കൊണ്ടാണ് കുറേ മര്യാദയുള്ളവർ കുഴിയിൽ ചെന്ന് ചാടുന്നത്. നിന്റെ അപ്പയെ കുറെ ഉപദേശിച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോ. പിന്നെ തിങ്കളാഴ്ചയ്ക്ക് മുന്നേ നീ നിന്റെ അപ്പയെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കുക. കുറച്ച് നല്ല ബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുക്ക്. കേട്ടല്ലോ, ശരി എന്ന് പറഞ്ഞിട്ട് വരുൺ പോവുകയാണ്. അതിനുശേഷം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൺമണിയുടെ അടുത്ത് വന്നിട്ട് ഗോകുൽ പറയാണ്, ഇനി എന്താ അപ്പേ നമ്മൾ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, അതെടാ, വരുൺ പറഞ്ഞത് ശരിയാണ്. രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അയാൾ എന്നെ പൂട്ടിക്കഴിഞ്ഞു. ഞാൻ രക്ഷപ്പെട്ടാൽ എൻ്റെ അച്ഛൻ അപകടത്തിലാവും എന്ന് കൺമണി പറയാണ്. അപ്പോൾ ഗോകുല് പറയാണ്, അപ്പേ ഇനി നമ്മൾ എന്താ ചെയ്യുക? ക്രിഷ് സാറിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ പോലീസുകാരനെ വെച്ചിരിക്കുന്നത്. അപ്പച്ചിമാരെ എല്ലാവരെയും അയാൾ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളിനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, അറിയില്ലടാ, എനിക്ക് ഒന്നും അറിയില്ലടാ എന്ന് പറഞ്ഞിട്ട് കൺമണി വളരെ വിഷമത്തോടുകൂടി ഇരുന്ന് കരയാണ്. അതിനുശേഷം ശ്രീനിവാസൻ പുറത്തിരിക്കുകയായിരിക്കും. അപ്പോഴാണ് വരുണും ആ പോലീസ് ഉദ്യോഗസ്ഥനും കൂടിയിട്ട് വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. കൂടെ ധനലക്ഷ്മിയും ഉണ്ടാവും. ധനലക്ഷ്മിയോട് വരുൺ പറയാണ്, അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഏട്ടത്തി തിങ്കളാഴ്ച ഞാനും അച്ഛനും അമ്മാവനും അങ്ങനെ 2-3 ആൾക്കാർ കൂടി ചേർന്നിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. വളരെ ലളിതമായിട്ട് മതി കല്യാണം എന്ന് പറയുന്നു. പിന്നെ ഏട്ടത്തി ഇതാ കുറച്ച് ക്യാഷ് വെച്ചോളൂ, ഒരുക്കങ്ങൾക്കായിട്ട് ഈ ക്യാഷ് ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മിയുടെ കയ്യിൽ 10,000 രൂപ വെച്ചു കൊടുക്കുകയാണ് വരുൺ. കയ്യിൽ ക്യാഷ് കിട്ടുന്ന സമയത്ത് ധനലക്ഷ്മിക്കാണെങ്കിൽ വളരെ സന്തോഷമാവുകയാണ്. അയ്യോ, അപ്പം നമ്മൾ ബന്ധുക്കാരാവാൻ പോവുകയാണല്ലേ എന്ന് ധനലക്ഷ്മി വരുണിനോട് ചോദിക്കുകയാണ്. അപ്പോൾ വരുൺ പറയാണ്, പിന്നല്ലാതെ നമ്മൾ പിന്നെ ബന്ധുക്കാരാവാൻ പോവുകയല്ലേ. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ മനോജ് ഏട്ടന് ദുബായിലേക്ക് പറക്കാം. അതിനുള്ള വഴിയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ചേട്ടത്തി പിന്നെ ഈ 101 പവനും ഇട്ടിട്ട് എല്ലാ സ്ഥലത്തു കൂടെയും പോയി അടിച്ചു പൊളിച്ച് ജീവിക്കുമെന്ന് വരുൺ പറയുന്നു. അപ്പോൾ ധനലക്ഷ്മി പറയാണ്, എന്തായാലും ഇനി 2 ദിവസം ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷനിൽ ജീവിക്കാമല്ലോ എന്ന് പറയുമ്പോൾ വരുൺ പറയാണ്, അതെ അതെ അങ്ങനെ ജീവിക്കാം, പക്ഷേ ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നടുറോട്ടിലായിരിക്കും ജീവിക്കുന്നത് എന്ന് വരുൺ ധനലക്ഷ്മിയോട് പറയുന്നു. ഈ വീട്ടിൽ നിന്ന് എല്ലാവരെയും ഞാൻ അടിച്ചു പുറത്താക്കും. അച്ഛ മോളെ പറഞ്ഞ് എല്ലാം ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് വരുൺ പോലീസിനെയും വിളിച്ചിട്ട് ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അതിനുശേഷം ധനലക്ഷ്മി ശ്രീനിവാസനോട് പറയുകയാണ്, വരുൺ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ കല്യാണം നടന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും. അതിനു പകരം നിങ്ങളുടെ മോളെ പറഞ്ഞു മനസ്സിലാക്കി വരുണും കൺമണിയും തമ്മിലുള്ള കല്യാണം നടന്നാലേ നമുക്ക് ഇവരെ ജീവിക്കാൻ പറ്റുള്ളൂ. അതൊന്ന് നിങ്ങളുടെ മോളെ പറഞ്ഞ് മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി ഉള്ളിലേക്ക് പോവുകയാണ്. അതിനുശേഷം കൃഷ് ഓഫീസിലേക്ക് റെഡിയായിട്ട് താഴേക്ക് വരികയാണ്. എന്നിട്ട് ആൻറ്റിയമ്മയോട് പോയി ചോദിക്കുകയാണ്, ആൻറ്റിയമ്മ ഇതെന്താ കാണിക്കുന്നത്? എൻ്റെയും കൺമണിയുടെയും കാര്യം ആൻറ്റിയമ്മ വീട്ടിൽ അറിയിക്കാമെന്ന് പറഞ്ഞില്ലേ? ഞങ്ങളുടെ കല്യാണം നടത്തി തരാമെന്നും സമ്മതിച്ചതാണ്. എന്നിട്ട് എന്തിന് ആൻറ്റിയമ്മ മാനസിയെ എൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന് കൃഷ് ആൻറ്റിയമ്മയോട് ചോദിക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും കാണാം. ബൈ.